പ്രവാസിയുടെ നൊമ്പരം ഭാഗം. അജുവിനെ കുറിച്ച് അഷ്റഫ് ഭായി എന്നും നല്ല അഭിപ്രായം മാത്രം പറയാറുള്ളൂ ഇസ്തിയാഖ് ഭായിയോട്. എന്നും നല്ലത് മാത്രം കേട്ട് ഇസ്തിയാഖ് ഭായി അജുവിനെ വിളിച്ചു. ഈ കുറഞ്ഞ കാലയളവിൽ അജു ഉറുദുവും അത്യാവശ്യം സംസാരിക്കാൻ പഠിച്ചിരുന്നു. അജ്മൽ ഇതറാവോ, കൈസേ ഹേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ അജുവിനോട് ലൈസൻസ് എടുക്കാൻ പറഞ്ഞു. അജു കുറച്ച് ദിവസം ഡ്രൈവിംഗ് സ്കൂളിൽ പോയി. ദിവസങ്ങൾക്ക് ശേഷം ലൈസൻസ് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഡ്രൈവർ കം സെയിൽസ്മാൻ പൊസിഷനിലേക്ക് ജോലിക്കയറ്റം കിട്ടുകയും അജുവിന് സ്വന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ ഇസ്തിയാഖ് ഭായി അവന് പ്രമോഷൻ കൊടുക്കുകയും കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ അങ്ങ് ദൂരെ 1100 കിലോമീറ്റർ ദൂരെയുള്ള ജിസാനിലേക്കുള്ള ഗോഡൌണിൽ എത്തിക്കുന്ന ജോലി അജുവിനും അവന്റെ റൂംമേറ്റ് ഷാനിദിനും കൊടുത്തു. അങ്ങനെ അവര് രണ്ടുപേരും അങ്ങ് അകലെയുള്ള ജിസാനിലേക്ക് കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുമായി ഷാനിദും അജുവും ജിസാനിലേക്ക് പുറപ്പെട്ടു. രാത്രി 10 മണിക്ക് പുറപ്പെട്ടാൽ രാവിലെ സുബഹിക്ക് ജിസാനിൽ ഗോഡൌണിലെത്താം. രണ്ടുപേരും ഇടവിട്ട് വാഹനം ഓടിച്ച് ജിസാനിലെ ഗോഡൌണിലെത്തി സാധനങ്ങൾ ഇറക്കി രണ്ടുപേരും കമ്പനിയുടെ അക്കോമഡേഷനിലേക്ക് ഉറങ്ങാൻ പോയി. അന്നത്തെ ദിവസം അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അജുവും ഷാനിദും ജിസാനിലേക്ക് പ്രൊഡക്റ്റ് എത്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടേയിരുന്നു. ജിസാനിൽ ഇവരുടെ റൂമിനടുത്ത് മലയാളികളായ കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒഴിവു സമയങ്ങളിൽ അവരുമായി സൗഹൃദം പങ്കുവച്ചു. അവർ നല്ല സുഹൃത്തുക്കളാവാൻ അധിക സമയം വേണ്ടി വന്നില്ല. ആ റൂമിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഒരാൾ അയ്യൂബ്, രണ്ടാമൻ ഷാനു എന്ന് വിളിക്കുന്ന ഷാനവാസ്, മൂന്നാമൻ ഷിബിലി, നാലാമൻ അഷ്കർ. ഇവർ 4 പേരും അജുവുമായി കൂടുതൽ അടുക്കുകയും അങ്ങനെ രസകരമായി അവരുടെ ജിസാൻ ജീവിതം ഇഴഞ്ഞു നീങ്ങി. ആഴ്ചയിൽ 3 ലോഡ് സാധനങ്ങൾ ജിദ്ദയിൽ നിന്ന് ജിസാനിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് അജുവിനും ഷാനിദിനും ജിസാനിലെ സുഹൃത്തുക്കൾക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും അവിടെ നിന്നും ജിദ്ദയിലേക്ക് സാധനങ്ങൾ എത്തിക്കാനും സാധിച്ചിരുന്നു. ആ വകുപ്പിൽ സുഹൃത്തുക്കൾ ചെറിയ തോതിൽ ക്യാഷും കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അജുവിനും ഷാനിദിനും ജിസാനിലേക്കുള്ള ഈ ജോലി അനുഗ്രഹമായി തോന്നി. അവർ നല്ലവണ്ണം സമ്പാദിച്ചു. ജോലി കഴിഞ്ഞു ജിസാനിൽ ഈ സുഹൃത്തുക്കളോടൊപ്പം കറങ്ങാനും സംസാരിക്കാനും എല്ലാം സമയം അവർ കണ്ടെത്തിയിരുന്നു. സുഹൃത്തുക്കളിൽ 4 പേരിൽ അയ്യൂബും ഷാനുവും പാർട്ട്ണർമാരാണ്. 2 ബിസിനസ് സ്ഥാപനങ്ങളുടെ ഓണേഴ്സ്. ഷിബിലിയും അഷ്കറും അവരുടെ ജോലിക്കാരിൽപ്പെട്ടവരാണ്. അയ്യൂബും ഷാനുവും അത്യാവശ്യം നല്ലവണ്ണം സമ്പാദിച്ചു. അവർ സുഖമായി ജീവിച്ചു പോകുന്നു. നാട്ടിലും നല്ല പേര് കേട്ട ഫാമിലി. ഇവർക്ക് അജുവിന്റെ ശാന്തതയും പക്വതയും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാ വിശേഷങ്ങളും അവർ പരസ്പരം കൈമാറിക്കൊണ്ടിരുന്നു. അതിനിടയിൽ അജുവിന്റെ നാട്ടിലെ വിശേഷങ്ങൾ അവരോടും കൈമാറി. ഉപ്പാനെക്കുറിച്ച്, ഉമ്മാനെക്കുറിച്ച്, തന്റെ ജീവിത പാതിയെക്കുറിച്ചും ഒന്നുമില്ലാത്ത തന്റെ ജീവിതത്തിലേക്ക് തന്റെ സുമി കയറി വന്നതും ഞങ്ങളുടെ നാട്ടിലെ പ്രമാണിയായ അബ്ദുള്ള മാസ്റ്ററുടെ മകള് സുമയ്യ, അതാണ് എന്റെ ജീവിത സഖിയായി എത്തിയതെന്നും അജു സന്തോഷത്തോടെ പറഞ്ഞു. അവളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവന്റെ മുഖത്ത് ഉണ്ടാവുന്ന പ്രകാശം അതുപോലും അവളോടുള്ള സ്നേഹമാണെന്ന് ഷാനിദ് മനസ്സിലാക്കിയിരുന്നു. അജുവിന്റെ സംസാരത്തിനിടയിലാണ് ഷാനിദ് ഷാനുവിന്റെ മുഖം ശ്രദ്ധിച്ച്. വല്ലാത്ത പിരിമുറുക്കം ആ മുഖത്ത്. എന്ത് പറ്റിയെന്ന് ഷാനിദ് ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി വരാം, നിങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞ് ഷാനവാസ് ഒഴിഞ്ഞു മാറി. ഷാനവാസ് നേരെ പോയത് ബാത്റൂമിലേക്കല്ല, പുറത്തിറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അവന്റെ പോക്ക് കണ്ട് സുഹൃത്തുക്കള് എങ്ങോട്ടാണെന്ന് ചോദിച്ചെങ്കിലും അവന് കേട്ടതായി നടിച്ചില്ല. ജിസാനിൽ ആ വീതിയിൽ കൂടെ അവന്റെ വണ്ടി ചീറിപ്പാഞ്ഞു. അവന്റെ ഓർമ്മകളിലേക്ക് ആ നാളുകൾ ഓടിയെത്തി. കൂടെ ആ മുഖവും. സുമിയ വഴിയരികിൽ കൂടെ ആരോടും മിണ്ടാതെ ആരെയും നോക്കാതെ നടന്നു നീങ്ങുന്ന പെൺകുട്ടി. തന്റെ മനസ്സ് കീഴടക്കിയ ആ പെണ്ണ് അതവളായിരുന്നു സുമയ്യ. തന്റെ സ്നേഹം വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞവള്, തന്റെ മദ്യപാനവും മറ്റും അലർജിയാണെന്ന് പറഞ്ഞ് മുഖം തിരിച്ചവള്. തനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവളെ. പൂ പോലെയുള്ള ആ പൂമുഖം, സുറുമെഴുതിയ ആ മിഴികളും ഒരിക്കലെങ്കിലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ബോയ്സും ആ പ്രദേശത്തില്ലായിരുന്നു. അവൾ ആരെങ്കിലും നോക്കുന്നത് കണ്ടാൽ അവർ പിന്നെ തന്റെ കൈച്ചൂട് അറിയാതെ പോയിട്ടില്ല. അത്രയൊക്കെ ചെയ്തിട്ടും തന്നെ ഒന്ന് സ്നേഹത്തോടെ നോക്കാൻ പോലും അവൾ തുനിഞ്ഞില്ല. എങ്കിലും വാശിയായിരുന്നു, താൻ ആഗ്രഹിച്ച് നേടിയെടുക്കാനുള്ള വാശി. ആ വാശി അവളുടെ വീട് വരെ എത്തി. കള്ളുകുടിയനെയും കഞ്ചാവ് ഉപയോഗിക്കുന്നവനെയും അവളുടെ ഉപ്പാക്ക് മരുമകനായി വേണ്ടെന്ന്. പക്ഷെ അവർക്കറിയില്ല അവളെ സ്നേഹിക്കുന്നത് പോലെ ഇതിനെയും താൻ സ്നേഹിക്കുന്നുണ്ടെന്ന്. രണ്ടും തന്റെ ലഹരിയാണെന്ന്
ഇതിനു പകരം താൻ വീട്ടിലിരിക്കുമെന്ന് അവളുടെ ഉപ്പാനോട് പറഞ്ഞ് ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും പെട്ടെന്ന് തന്നെ തേടി തന്റെ മുന്നിൽ എത്തുമെന്ന്. അജ്മൽ അവന്റെ സ്നേഹമുള്ള ഭാര്യയായി അവൾ ഇന്ന് ജീവിക്കുന്നു. തന്റെ സ്നേഹം നിരസിച്ചവൾക്ക് സന്തോഷമുള്ള ജീവിതം വേണോ? ഷാനവാസ് ഒന്ന് ചിന്തിച്ചു. സ്വന്തം മനസ്സിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അജു വന്നിട്ട് വർഷം ഒന്നാവാൻ പോകുന്നു. സന്തോഷമുള്ള തന്റെ ജീവിതം മുന്നോട്ട് പോകുന്തോറും എല്ലാത്തിനും ഭാഗ്യതാരകം തന്റെ സുമിയാണെന്ന് അജു തിരിച്ചറിഞ്ഞു. നല്ല ജോലി, ശമ്പളം, നല്ല കൂട്ടുകാര്, രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുകളെ ഉറക്കാൻ പോലും വിടാതെ തന്റെ സുമിയോട് അവന്റെ സ്വപ്നങ്ങൾ പങ്കുവച്ചു. പ്രണയം കൊണ്ട് തീർത്ത തന്റെ മനസ്സ് തന്റെ പെണ്ണിൻ്റെത് മാത്രമാണ്. ഈ എരിയുന്ന ചൂടത്ത് മനസ്സിനൊരു കുളിർ തന്നലായി വരുന്നത് അവളാണ്. അവളുടെ ഓർമ്മകളാണ്. ആ നല്ല നിമിഷങ്ങളെ അവനൊന്നും നെഞ്ചോട് ചേർത്ത് അവൾ അരികിലെത്താൻ അവന് മുമ്പിൽ കൊണ്ടു. തനിക്കൊരു ലീവും കാത്ത്. പക്ഷേ നാൾക്കുനാൾ ഷാനവാസിന് അജുവിനോടെന്തോ ദേഷ്യം പോലെയുള്ള പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു. അത് പക്ഷേ അജുവിനും ഷാനിക്കും മനസ്സിലാതെയില്ല. ഷാനവാസിന്റെ കൂടെയുള്ള അയ്യൂബിന് എന്തോ പന്തികേട് തോന്നിയിരുന്നു. പക്ഷെ അവനൊന്നും ചോദിക്കാൻ പോയതുമില്ല. ഇതൊന്നും അറിയാതെ അജു ഷാനവാസിന്റെ ബിസിനസ് സ്ഥാപനങ്ങളിലേക്കുള്ള സാധനങ്ങൾ ജിദ്ദയിലേക്കും ജിദ്ദയിൽ നിന്ന് ജിസാനിലേക്കും കൊണ്ടുപോയി അവരെ സഹായിച്ചു. ഷാനവാസിനാകട്ടെ അജുവിനോടുള്ള ദേഷ്യം ഓരോ ദിവസവും കൂടിക്കൊണ്ടേയിരുന്നു. അവനെ എങ്ങനെയെങ്കിലും ശരിയാക്കണം എന്ന ചിന്തയിൽ ഐഡിയകൾ ആരാഞ്ഞുകൊണ്ടേയിരുന്നു ഷാനവാസ്. അജുവിനെ തറ പറ്റിക്കാൻ ഒരു കുബുദ്ധി പ്രയോഗം നടത്താൻ ടൈം കാത്തുകൊണ്ടിരുന്നു. അങ്ങനൊരു ദിവസം അജുവും ഷാനിദും ജിദ്ദയിലേക്ക് മടങ്ങുമ്പോൾ ഷാനവാസ് തന്റെ കമ്പനിയുടെ ലൈസൻസ് തീർന്നിട്ടുണ്ടെന്നും അത് പുതുക്കാൻ വെള്ളത്തിന്റെ കണ്ടന്റ് ക്ലിയറൻസ് പേപ്പർ കിട്ടണമെന്നും അതുകൊണ്ട് ഈ ബാഗിനുള്ള വെള്ളം ജിദ്ദയിൽ എത്തിക്കണമെന്ന് പറഞ്ഞ് അജുവിന്റെ കയ്യിൽ കൊടുത്തു. അജു ആ ബാഗ് വാങ്ങി തന്റെ സീറ്റിനോടടുത്ത് വെക്കുകയും ചെയ്തു. പിന്നീട് സംഭവിച്ചത്, ഷാനവാസ് ജിസാനിൽ പല ബിസിനസ്സുകളും നടത്തി അത്യാവശ്യം നല്ല സമ്പാദ്യവും പേരുണ്ടാക്കി ഒരു സാമ്രാജ്യം തന്നെ പണിതിരുന്നു. ജിസാനിൽ അവിടുത്തെ ജവാസാത്ത് ഷുർത്ത വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധവും ഉണ്ടായിരുന്നു. അങ്ങനെ അജുവും ഷാനിദും പുറപ്പെട്ടു. ഏകദേശം ചെക്ക് പോസ്റ്റിനടുത്ത് എത്താറായപ്പോഴേക്കും ഷാനവാസ് അവന്റെ ബന്ധമുള്ള ഉദ്യോഗസ്ഥരോട് ഇങ്ങനെ 2 പേര് വരുന്നുണ്ടെന്നും അവരുടെ കയ്യിൽ യമനിൽ നിന്നും വരുന്ന ഒരു മയക്കുപുല്ല് ഉണ്ടെന്നും വിളിച്ചു പറഞ്ഞിരുന്നു. അജുവും ഷാനിദും ഇതൊന്നും അറിയാതെ ചെക്ക് പോസ്റ്റിലെത്തി. കഥയുടെ ബാക്കി ഭാഗം തുടരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.